എല്ലാ കൂട്ടുകാർക്കും സ്കോറിംഗ് ലീവ് മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് ലോ കോ പൈലറ്റ് എക്സാം 2026 നോട്ടിഫിക്കേഷൻ മെയ് 15 വരെയാണ്. 11,000 ഒഴിവുകളിലേക്കാണ് ഇത്തവണ ലോ കോ പൈലറ്റ് എക്സാം വിളിക്കുന്നത്. അപ്പോൾ എക്സാമിന് പഠിച്ചു തുടങ്ങുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിപ്പറേഷൻ്റെ സമയത്ത് കുട്ടികൾ സ്ഥിരമായി വരുത്തുന്ന മിസ്റ്റേക്കുകൾ അത് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയതാണ് നമ്മുടെ ആദ്യ ഭാഗത്തിൽ കണ്ടത്. ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സാധാരണഗതിയിൽ എന്തൊക്കെ തെറ്റുകളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. അത് റെക്ടിഫൈ ചെയ്യാനുള്ള പോംവഴികൾ നമ്മൾ കണ്ടെത്തി. ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് തുടങ്ങുന്നത്. തുടങ്ങുന്ന സമയത്ത് തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവുമെന്നാണല്ലോ പറയുന്നത്. തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും ആദ്യത്തെ ഒരാഴ്ചയിലെ സ്ട്രാറ്റജി എന്തായിരിക്കണം, ഇതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പ്രധാനമായിട്ടും എക്സാമിനേഷനിൽ തുടരെ തോൽവികൾ നേരിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് എന്ത്, തുടക്കക്കാരുടെയും വീണ്ടും എഴുതുന്നവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അധികം മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് റാൻഡം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. റാൻഡം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുകയാണ്, കൂട്ടുകാർ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലുകളായിരിക്കാം, ഫേസ്ബുക്കിലായിരിക്കാം, ഇൻസ്റ്റയിലായിരിക്കാം, നിങ്ങളൊരു എക്സാമിനെ പറ്റി കേൾക്കുന്നു. ഈ എക്സാം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി റാൻഡമായിട്ട് യൂട്യൂബിൽ വീഡിയോസ് കാണുന്നു. അങ്ങനെ വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. നല്ല കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് കണ്ടന്റുകൾ ഒരുപാട് കിട്ടും, നല്ല കുറേ ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷെ അവിടെ പ്രശ്നം സംഭവിക്കുന്നത് എന്താണ്, എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ, എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാതെ, എക്സാമിന് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കാതെ റാൻഡമായിട്ട് കാണുന്ന കുറേ വീഡിയോസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായിരിക്കില്ല, സ്മൂത്ത് ആയിരിക്കില്ല, അത് വർക്കൗട്ട് ആയിരിക്കില്ല. അതുകൊണ്ടാണ് റാൻഡം പ്രിപ്പറേഷൻ പാടില്ല എന്ന് പറയുന്നത്. റാൻഡമായിട്ടുള്ള യൂട്യൂബ് വീഡിയോസിൻ്റെ പുറകെ യാതൊരു പ്ലാനും ഇല്ലാതെ, റിവിഷൻ സിസ്റ്റവും ഇല്ലാതെ പോകുന്നവർക്ക് പരാജയം നേരിടേണ്ടി വരും. ഇതല്ല നമ്മുടെ വഴി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് വേണ്ടത് സ്ട്രക്ചേർഡ് പ്ലാൻ ആണ്. പ്രോപ്പറായിട്ടുള്ള പ്ലാൻ, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി, പ്രോപ്പറായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മുന്നിൽ നമ്മൾ ഡേ 1 തൊട്ട് എക്സാമിന് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളത് വരെയുള്ള ക്ലിയർ കട്ട് ഐഡിയ നമ്മുടെ മുന്നിൽ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകേണ്ടത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പരീക്ഷയെ മനസ്സിലാക്കണം. ഞാൻ മുന്നേയും വീഡിയോയിൽ പറയുന്നതാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, എല്ലാ പരീക്ഷയും ഒരുപോലെയല്ല. ഓരോ പരീക്ഷകൾക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന, അത് അർഹിക്കുന്ന പ്രാധാന്യം ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ കൊടുക്കണം. അസിസ്റ്റന്റ് ലോ കോ പൈലറ്റ് എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം, ഗ്രൂപ്പ് ഡി എക്സാം, ഇതിനകത്തൊക്കെ ഓരോ പരീക്ഷകളും, NTPC പരീക്ഷ, ഈ ഓരോ പരീക്ഷയ്ക്കും ഓരോ സബ്ജക്റ്റും കൈകാര്യം ചെയ്യേണ്ട വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ പരീക്ഷയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് വേണ്ടത്, സിലബസും പാറ്റേണും തിരിച്ചറിയണം. 2, വിഷയങ്ങളുടെ വെയിറ്റേജ് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക, PYQ. ഇപ്പം NTPCക്ക് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, പൊളിറ്റി പഠിക്കാനുണ്ട്, ജോഗ്രഫി പഠിക്കാനുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏൻഷ്യൻ്റ് ഉണ്ട്, മെഡീവൽ ഉണ്ട്, മോഡേൺ ഉണ്ട്, വേൾഡ് ഉണ്ട്. ഇതിൽ ഓരോന്നിനും എത്രത്തോളം പ്രാധാന്യം കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ മാത്രമാണ്, അല്ലേ? അപ്പോൾ PYQ നല്ല രീതിയിൽ മനസ്സിലാക്കുക, സിലബസും പാറ്റേണും മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പഠിച്ചു തുടങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? മാത്സിന് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്ന് മനസ്സിലാക്കണം. മാത്സിന് എത്ര മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ALP 20 മാർക്കുണ്ട്, അല്ലേ? ALP 20 മാർക്കുണ്ട്. റീസണിങ്ങിന് 25 മാർക്കാണ് റീസണിങ്ങിന് ALP-യിലുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് മനസ്സിലാക്കണം, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കണം, സിലബസ് മനസ്സിലാക്കണം. 25 മാർക്കിന് എവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നതെന്നും എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നെന്നും മനസ്സിലാക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പോൾ നമ്മൾ സിലബസ് ആൻഡ് പാറ്റേണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ALP CBT 1 എക്സാം പാറ്റേൺ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്സ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്, റീസണിങ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്, സയൻസ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 ചോദ്യം 10 മാർക്ക്. അങ്ങനെ 75 ചോദ്യങ്ങൾ 75 മാർക്ക്, 60 മിനിറ്റ്. ഇതാണ് ALP CBT 1 എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സാമിനേഷൻ പാറ്റേൺ ഇങ്ങനെ തന്നെ എക്സാക്ട്ലി എവിടെ കൊടുത്തിട്ടില്ല. 2024 നോട്ടിഫിക്കേഷനിലോ 25 നോട്ടിഫിക്കേഷനിലോ കൊടുത്തിട്ടില്ല. 24 25 ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു നമ്പർ അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു അപ്രോക്സിമേറ്റ് നമ്പറാണ്.
അൺഫോർച്ചുനേറ്റ്ലി RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളുടെ കൂട്ടത്തിൽ എക്സാക്ട്ലി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തരാത്ത ഒരേ ഒരു പരീക്ഷയുള്ളത് ALP മാത്രമാണ്. ബാക്കി എല്ലാ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനകത്തും ഓരോന്നിനും എത്ര മാർക്കാണെന്നുള്ളത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എക്സെപ്റ്റ് ALPയിൽ നമുക്ക് വ്യക്തമായിട്ടൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായി. ഇനി ഈ എക്സാമിന്റെ പാറ്റേണിൽ ഈ കാണുന്ന 20 മാർക്കിന്റെ മാത്സും 25 മാർക്കിന്റെ റീസണിംഗ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് എക്സാമിന്റെ സിലബസ്. ഇത് നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് നമ്പർ സിസ്റ്റം പഠിക്കണം, ബോട്ട് മാസ് പഠിക്കണം, ഡെസിമൽസ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം പഠിക്കണം. ഇത്രയും ഏരിയയാണ് മാത്സിന് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഏരിയയിൽ നിന്നും എത്ര മാർക്കിന് ചോദിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഏരിയയിൽ നിന്നും ഏകദേശം ഇപ്പോൾ 20 മാർക്കിനാണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ്ങിൽ നിന്നും 25 മാർക്കിനാണ് ചോദിക്കുന്നത്. സയൻസിൽ നിന്നും 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജനറൽ അവയർനെസ്സിൽ നിന്നും 10 മാർക്കിന്, അങ്ങനെ ആകെ തുക 75 മാർക്കിനാണ് ഈ ഒരു സിലബസ് പ്രകാരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, സയൻസിനകത്ത് ആകെ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് വരെയുള്ള സയൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അഥവാ ബയോളജി പഠിക്കണം. ജനറൽ അവയർനെസ് അഥവാ GK പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആനുകാലികം അഥവാ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അത് എന്തിലുള്ളതൊക്കെ പഠിക്കണം? സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ്. ഇവിടെ എവിടെയെങ്കിലും ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ GK എന്ത് പഠിക്കണം എന്നുള്ളതും സിലബസ് നോക്കി, ചോദ്യങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് സിലബസ്, ഇതാണ് പാറ്റേൺ. സിലബസും പാറ്റേണും മനസ്സിലാക്കിയതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്? 75ൽ 45 മാർക്ക് അത് മാത്സ് പ്ലസ് റീസണിംഗ് ആണ്. 60% വെയിറ്റേജ് വരുന്നത് മാത്സും റീസണിംഗുമാണ്. സാധാരണഗതിയിൽ ALPയുടെ കട്ട് ഓഫ് ഈ പറയുന്ന ഒരു 70% 80% മാർക്കേ വരുള്ളൂ. അതിൽ 60% മാർക്ക് എവിടെ നിന്ന് കിട്ടി? മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും കിട്ടി. ബാക്കി മാർക്ക് സയൻസിൽ നിന്നും GKയിൽ നിന്നും ഒപ്പിച്ചാൽ മതി. അപ്പോൾ മാത്സിനും റീസണിങ്ങിനും ഇത്രയും വെയിറ്റേജ് ഉണ്ട്. രണ്ടാമത് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു ചോദ്യത്തിന് 48 സെക്കൻഡേ കിട്ടുള്ളൂ അല്ലേ? 75 ചോദ്യങ്ങൾ 1 മണിക്കൂർ. അപ്പോൾ ഒരു ചോദ്യത്തിന് 48 സെക്കൻഡേ നിങ്ങളുടെ കൈവശം കിട്ടുള്ളൂ. നല്ല പോലെ പ്രാക്ടീസ് ചെയ്താലാണ് ഈ 48 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് പഠിക്കണം. സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഇതുവരെ വരാത്തതുകൊണ്ട്, സെക്ഷൻ വൈസ് അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. GKയിലും സയൻസിലും ഒക്കെ കുറച്ച് സമയം സേവ് ചെയ്യാം. ആ സമയം നിങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? മാത്സിലും റീസണിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പക്ഷെ അതൊക്കെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. പ്രാക്ടീസ് ചെയ്യാതെ കുറേ പഠിച്ചിട്ട് പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ 48 സെക്കൻഡിന്റെ കണക്കും എങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്നുള്ള കണക്കൊന്നും അവിടെ നിന്ന് കിട്ടില്ല. പ്രാക്ടീസ് പക്കയായിട്ട് വേണം. ജനറൽ അവയർനെസ് വാരി വലിച്ച് പഠിക്കരുത്. എവിഡൻ്റ് ആണ്. 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. 10 മാർക്ക് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം പഠിക്കണം? അപ്പോൾ അവിടെ വാരി വലിച്ചല്ല പഠിക്കേണ്ടത്. റിപ്പീറ്റ് വാല്യൂ ഉള്ള, ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അതിനെ നോട്ടാക്കി വെച്ച് പഠിക്കുകയാണ് എവിടെ ചെയ്യേണ്ടത്? ജനറൽ അവയർനെസ് ചെയ്യേണ്ടത്. എല്ലാ എക്സാമിനും അങ്ങനെയാണോ? അല്ല. ALPയുടെ എക്സാമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. NTPC ആണെങ്കിൽ ഈ ഒരു പഠന രീതി അല്ല അവിടെ വേണ്ടത്. അപ്പോൾ ഓരോ എക്സാമിനും അത് ഡിമാൻഡ് ചെയ്യുന്ന, അതാണ് നോ യുവർ എക്സാം എന്ന് പറയുന്നത്. പരീക്ഷയെ മനസ്സിലാക്കി പരീക്ഷ ആവശ്യപ്പെടുന്ന പ്രാധാന്യം ഓരോ സബ്ജക്റ്റിനും കൊടുത്ത് പഠിക്കാൻ പറ്റണം. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു അനാലിസിസിൽ നിന്നും നിങ്ങൾ ഈ റാൻഡമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു അനാലിസിസ് കിട്ടുമോ? ഈ ഒരു അവലോകനം അവന് കണ്ടെത്താനായിട്ട് പറ്റുമോ? ഈ ഒരു റിസൾട്ടിലേക്ക് അവന് കണ്ടെത്തി എടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾ റാൻഡമായിട്ട് എന്തെങ്കിലും വീഡിയോസ് കണ്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് വേണം? ക്ലിയർ ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. എങ്കിലേ 100ൽ ഒരാളാവാൻ, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, 100ൽ ഒരാളാവാൻ 18 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്താണ് 2024. 18,000 ഒഴിവുകളിലേക്ക് 18 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്നതിൽ 100ൽ ഒരാൾക്കുള്ള സ്ഥാനമേ അവിടെ ഉള്ളൂ. ആ 100ൽ ഒരാളാവണമെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. എങ്കിലേ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 7 ദിവസം എങ്ങനെയായിരിക്കണം? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് 45 മാർക്ക് മാത്സ് റീസണിംഗ് ഉണ്ട്. മാത്സ് റീസണിംഗ് ആണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കോഴ്സിനകത്ത് കൊടുത്തിട്ടുള്ള വീക്ക് 1ന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഡേ 1 ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് പാർട്ട് 1 പാർട്ട് 2ന്റെ വീഡിയോ നിങ്ങൾ ഇന്ന് കാണുക. കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിന്റെ പാർട്ട് 1ന്റെ വീഡിയോ നിങ്ങൾ ഇന്ന് കാണുക. രണ്ടാമത്തെ ദിവസം ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സിന്റെ PWS പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി ക്ലാസ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്.
കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിന്റെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റിയുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് കണക്ക് ചെയ്യാനോ റീസണിങ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ 2 ടോപ്പിക്ക് 2 ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്ന മാത്രയിൽ നിങ്ങൾക്ക് എന്ത് തരുന്നു, അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നു, ആ ടോപ്പിക്ക് കഴിയുമ്പോൾ അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 3-ാമത്തെ ദിവസം എന്ത് പഠിക്കണം, മാത്സിൽ എന്ത് പഠിക്കണം, റീസണിങ്ങിന് എന്ത് പഠിക്കണം. 4-ാമത്തെ ദിവസം മാത്സിൽ എന്ത് പഠിക്കണം, റീസണിങ്ങിന് എന്ത് പഠിക്കണം. 5-ാമത്തെ ദിവസം മാത്സ് റീസണിങ്. 6-ാമത്തെ ദിവസം മാത്സ് റീസണിങ്. 7-ാമത്തെ ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ആ ആഴ്ചയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ഓരോ ദിവസവും മാത്സിന് എന്ത് പഠിക്കണം, റീസണിങ്ങിന് എന്ത് പഠിക്കണം. അപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ മാത്സ് റീസണിങ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെ 2 ആഴ്ച ആക്ച്വലി ഞാൻ മാത്സ് റീസണിങ് മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താ, 45 മാർക്ക് ഉണ്ട്, ഫൗണ്ടേഷൻ സെറ്റ് ആവണം, പ്രാക്ടീസ് കിട്ടണം. നിങ്ങൾ ആ ഒരു പഠിച്ചു തുടങ്ങുന്ന ആ ഒരു ഓളത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ 2 ആഴ്ച മാത്സ് റീസണിങ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. 15-ാമത്തെ ദിവസം 2 ആഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ പതുക്കെ സയൻസ് ആഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സയൻസ്, GK ആഡ് ചെയ്യാണ്ട് സയൻസ് ആഡ് ചെയ്യുന്നത് എന്താ, 20 മാർക്ക് സയൻസിനാണ്. അപ്പോൾ സയൻസ് ആഡ് ചെയ്യുന്നു. സയൻസിൽ തന്നെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രിയാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ പതുക്കെ നമ്മൾ ബയോളജിയിലേക്ക് കടക്കുന്നു. കാരണം ടെക്നിക്കൽ കുട്ടികളായതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഈസി ഫിസിക്സ് പഠിക്കാനായിരിക്കും. ഫിസിക്സിന്റെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കെമിസ്ട്രി ആഡ് ചെയ്യുന്നു, ബയോളജി ആഡ് ചെയ്യുന്നു. സയൻസ് കഴിഞ്ഞ് ആദ്യത്തെ 4 ആഴ്ച അഥവാ 1 മാസം കഴിയുമ്പോഴാണ് നമ്മൾ എന്തിന് ആഡ് ചെയ്യുന്നത്, GK ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 1 മാസം നിങ്ങൾ മാത്സും റീസണിങ്ങും സയൻസും മാത്രമാണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, GK ആഡ് ചെയ്യുന്നു. കറണ്ട് അഫയേഴ്സിന്റെ വീക്ക്ലി ക്ലാസ്സുകൾ അല്ലെങ്കിൽ മന്ത്ലി ക്ലാസ്സുകൾ ഇതിന്റെ കൂടെ നിങ്ങൾ കണ്ടുപോവുക, പഠിച്ചു പോവുക. ഇതായിരിക്കണം നമ്മുടെ സ്റ്റഡി പ്ലാൻ. അതിൽ ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് ടെസ്റ്റ് കിട്ടും. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കൃത്യമായിട്ട് എന്നാണ് ആ ടോപ്പിക് കഴിയുന്ന സമയത്ത് അതിന്റെ ടോപ്പിക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇനി ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്യാണ്. ഫോർ ജോമെട്രി എന്ന് പറഞ്ഞ മാത്സിനകത്തുള്ളൊരു സബ് ടോപ്പിക്കാണ്. ജോമെട്രി ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്, ജോമെട്രി ഓഫ് സർക്കിൾസ് ഉണ്ട്, 3D ജോമെട്രി, 2D ജോമെട്രി ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ട്രിഗണോമെട്രി എന്ന് പറയുന്നത് മറ്റൊരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിന്റെ ഒരു പാർട്ട് തീരുമ്പോൾ ഈ ടോപ്പിക് ടെസ്റ്റിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു കോളം കൂടെ കാണും, സബ്ജക്ട് പാർട്ട് ടെസ്റ്റ്. ഇത്രയും സബ്ജക്റ്റിന്റെ മാത്സിന്റെ ഇത്രയും പോർഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മാത്സിന്റെ ഒരു സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെ തരും. ഇനി റീസണിങ്ങിന്റെ ഇത്രയും പോർഷൻസ് പഠിച്ചു കഴിയുമ്പോൾ റീസണിങ്ങിന്റെ ഒരു സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് അവിടെ തരും. ഇനി മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഇത്രയും പോർഷൻസ് കഴിഞ്ഞു എന്ന് കാണുമ്പോൾ മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 മാർക്കിന്റെ ഒരു ടെസ്റ്റ് ആയിരിക്കും. 25 മാർക്ക് മാത്സിന്റെ ഇന്ന പോർഷനും 25 മാർക്ക് റീസണിങ്ങിന്റെ ഇന്ന പോർഷനും. ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ ദിവസം ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡേ 1 തൊട്ട് 120 ദിവസം, ഡേ 120 ആവുമ്പോൾ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എക്സാം എഴുതാൻ പാകത്തിനാക്കുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു ഗ്ലിംസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡെയിലി പ്ലാനേഴ്സ് ഉണ്ട്. ഞാൻ ഡെയിലി പ്ലാനിൻ്റെ ഷീറ്റ് നേരത്തെ കാണിച്ചു. അത് വീക്കിലി ബേസിസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു വീക്കിൻ്റെ ആണ്. അതിൽ ഡെയിലി ഡേ 1 മാത്സ് റീസണിങ് ടെസ്റ്റിൻ്റെ അപ്പുറത്ത് ടോപ്പിക് ടെസ്റ്റ്, അപ്പുറത്ത് സബ്ജക്ട് ടെസ്റ്റ്, മൾട്ടിപ്പിൾ സബ്ജക്ട് ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പുറത്തേക്ക് കാണും. ഇപ്പോൾ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ ആഴ്ച കഴിയുമ്പോഴും ടെസ്റ്റിൻ്റെ എണ്ണം കൂടും, റിവിഷൻ ക്ലാസിൻ്റെ എണ്ണം കൂടും, അതനുസരിച്ചിട്ട് മറ്റ് മെറ്റീരിയൽസിൻ്റെ എണ്ണമൊക്കെ കൂടും. സോ ഡെയിലി ആൻഡ് വീക്ക്ലി പ്ലാൻ. ആദ്യത്തെ ദിവസം നമ്മൾ മാത്സ് റീസണിങ് മാത്രമാണ് പഠിക്കുന്നത്. 14-ാമത്തെ ദിവസങ്ങളാകുമ്പോൾ സയൻസ് ആഡ് ചെയ്യുന്നു. 30-ാമത്തെ ദിവസം ആകുമ്പോൾ GK ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു 100 ദിവസം, 120 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈ കോഴ്സ്. 100 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. 100 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ സിലബസ് ഏറെക്കുറെ കംപ്ലീറ്റ് ആവും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്താണ്, റിവിഷനാണ് മെയിനായിട്ട്. റിവിഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ, റിവിഷൻ ആഡ് ഓൺസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ലാസ്റ്റത്തെ ഒരു 20 ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഒരു 20-30 ദിവസം അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഫുൾ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ട ഫുൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് 30 ഡേയ്സ് മാത്സ് ആണ് ആദ്യത്തെ പകുതി ദിവസം. പകുതി കഴിയുമ്പോൾ സയൻസ് ആഡ് ചെയ്യുന്നു. 30 ദിവസം കഴിയുന്ന ആ ഒരു സമയമാകുമ്പോൾ GK ആഡ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 100 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുന്നു, റിവിഷൻ വരുന്ന രീതിയിൽ ഇത്തരത്തിലൊരു കോംപ്രിഹെൻസീവ് സ്റ്റഡി പ്ലാനാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. ഓരോ ദിവസത്തെ ടോപ്പിക് കഴിയുമ്പോഴും അതിന് ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, സബ്ജക്ട് ടെസ്റ്റുകളും മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റുകളും അതാത് പാർട്ടുകൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് 30 ഡേയ്സിൽ റിവിഷനും അതുപോലെ തന്നെ ആഡ് ഓൺ ക്ലാസ്സുകളുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഓരോ ദിവസം എന്ത് പഠിക്കണം, എന്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, എന്ത് റിവൈസ് ചെയ്യണം, എന്താണ് ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, ഇതിനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തുണ്ട്, ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്.
എന്ത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. റിവിഷൻ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. റെഗുലറായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്കോപ്പും ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 120 ഡേയ്സിൻ്റെ ഒരു പ്ലാനുമായിട്ടാണ് ഇത്തവണ നമ്മൾ RRB ALP 2026 സമീപിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ 7 ദിവസത്തെ സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആദ്യത്തെ 30 ഡേയ്സിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ALP എക്സാമിൻ്റെ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഫർദർ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബിനാർ അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ മീറ്റിനകത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ആ ഗൂഗിൾ മീറ്റിനകത്ത് ഞാനായിരിക്കും മെയിനായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് എന്ത് സംശയങ്ങളും ALPയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻസ്, അതിൻ്റെ ഏജ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ വരുന്ന ഡൗട്ടുകൾ, അതിൻ്റെ സ്റ്റേജുകളിൽ വരുന്ന ഡൗട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വെബിനാറാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ALP ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ, പൊതുവിൽ RRB എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെബിനാറിനകത്ത് ചോദിക്കാവുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള വർക്ക്ഷോപ്പാണിത്. നിങ്ങൾക്ക് ഈ പറയുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അധികം താമസിയാതെ തന്നെ നമ്മൾ ഈ വിൻഡോ ഓപ്പൺ ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനോടുകൂടെ നമ്മുടെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ വർഷം ഈ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതി നോട്ടുകൾ പഠിച്ച് ഈ വർഷം തന്നെ ജോലിയിൽ കയറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, സ്കോറിൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്യാം, കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.